നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഒരിക്കലെങ്കിലും ദേഷ്യപ്പെടാത്ത ആരും തന്നെ ഉണ്ടാവില്ല. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് അകാരണമായിട്ട് ദേഷ്യപ്പെടുന്ന പല ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ പറയാറുണ്ട്, അവർ എന്തു പറഞ്ഞാലും പെട്ടെന്ന് ദേഷ്യപ്പെടും. ചില ഭാര്യമാര് ഭർത്താക്കന്മാരെ കുറിച്ച് പറയാറുണ്ട്, അയാൾ എന്തു പറഞ്ഞാലും പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവക്കാരനാണ്. എന്തുകൊണ്ടാണ് ഇത്തരം ആളുകൾ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഈ വീഡിയോ കാണാൻ വന്ന നിങ്ങൾ പല ആളുകളും ഒരുപക്ഷെ പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളുകളായിരിക്കും. എന്നാൽ ഇങ്ങനെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളുകൾ മോശക്കാരാണോ? ഒരിക്കലും അവര് മോശക്കാരല്ല. ഒരുപക്ഷെ നിങ്ങൾ ഏറ്റവും കൂടുതൽ അവരുമായിട്ട് അടുത്താൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും, ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളുകളായിരിക്കും ഈ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളുകൾ. ഏറ്റവും ഹൃദയശുദ്ധിയുള്ള ആളുകളാണെന്ന് തന്നെ വേണം നമുക്ക് പറയാം. പക്ഷെ നമ്മൾ അവരെ കാണുമ്പോൾ എന്ത് ചെയ്യും? ഒരിക്കലും നമ്മൾ അവരുമായിട്ട് അടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ഭയത്തോടെയാണ് നമ്മൾ അവരെ കാണാറുള്ളത്. എന്തൊക്കെയോ ഒരു സ്വഭാവദൂഷ്യമുള്ള ആളുകളായിട്ടാണ് പലപ്പോഴും ഈ ദേഷ്യപ്പെടുന്ന ആളുകളെ നമ്മൾ കാണാറുള്ളത്. ഒരിക്കലും അങ്ങനെയല്ല, മറിച്ച് അവർ ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളുകളാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഇവരുടെ ശരീരം ചെറിയൊരു ടെൻഷൻ വന്നാൽ പോലും വലിയ അപകടം വന്നതുപോലെ റിയാക്ട് ചെയ്യുന്ന പ്രകൃതമാണ്. കാരണം നോർമലുള്ള ഒരു വ്യക്തി പെട്ടെന്ന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യും? അത് പ്രകടിപ്പിക്കാറില്ല. അല്ലെങ്കിൽ അത്രയും സഹിക്കാൻ വയ്യാ വന്നാൽ മാത്രമാണ് അവർ ചിലപ്പോൾ റിയാക്ട് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ ഈ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളുകൾ അങ്ങനെയല്ല. അവരുടെ ശരീരത്തിൽ ഒരു ടെൻഷൻ ചെറുതായിട്ട് വന്നാൽ പോലും ശരീരം വലിയ രീതിയിൽ അതിനെ റിയാക്ട് ചെയ്യും. അതുകൊണ്ടാണ് അവർ പെട്ടെന്ന് അത് ദേഷ്യപ്പെടുന്നത്. ആ സമയത്ത് അവരുടെ തലച്ചോറ് ഫൈറ്റ് ചെയ്യണോ അല്ലെങ്കിൽ ഫ്ലൈറ്റ് ചെയ്യണോ എന്ന് തീരുമാനിക്കും. ഒന്നുകൂടെ പറയാം, ഈ ചെറിയ രീതിയിൽ പോലും ടെൻഷൻ വരുന്ന സമയത്ത് അവരുടെ തലച്ചോറ് അടിക്കണോ അല്ലെങ്കിൽ ഓടണോ എന്നുള്ള തീരുമാനമായിരിക്കും ആദ്യം എടുക്കുന്നത്. ഈ സമയത്ത് ഇവര് ദേഷ്യപ്പെട്ട് കഴിയുമ്പോൾ ഇവർക്ക് എന്തെന്നില്ലാത്ത ഒരു പവർ ശരീരത്തിൽ വരുന്നതായിട്ട് ഇവർക്ക് ഫീൽ ചെയ്യും. ഒരു മഴ പെയ്ത് കഴിഞ്ഞ ശാന്തത പോലെയായിരിക്കും ഇവർക്ക് ദേഷ്യപ്പെട്ട് കഴിയുമ്പോൾ. പിന്നീട് ഇവർക്ക് വലിയ സങ്കടമായിരിക്കും, അത് വേറെ കാര്യം. ദേഷ്യപ്പെട്ട് കഴിയുമ്പോൾ ഞാൻ ദേഷ്യപ്പെടണ്ടായിരുന്നല്ലോ, എന്തിനാ ഞാൻ ഈ ദേഷ്യപ്പെട്ടത് എന്നൊക്കെ ഇവർ ചിന്തിക്കും. പക്ഷെ ആ സമയത്ത് ഇവരത് പ്രതികരിക്കും എന്നുള്ളത് കൃത്യമായ കാര്യമാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലത്ത് ഇവർക്കുണ്ടായ സങ്കടങ്ങൾ, കുട്ടിക്കാലത്ത് ഇവർക്കുണ്ടായ സുരക്ഷിതമല്ലാത്ത ജീവിത സാഹചര്യങ്ങൾ, കുട്ടിക്കാലത്ത് ഇവരില് അടിച്ചമർത്തപ്പെട്ട സ്നേഹം, ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. കുട്ടിക്കാലത്ത് ഇവർക്ക് ഇതൊന്നും പ്രകടിപ്പിക്കാൻ ഒരു സാഹചര്യം കിട്ടിയിട്ടില്ല. ഒന്നെങ്കിൽ ഇത്തരം ആളുകളെ നമ്മൾ പരിശോധിച്ചാൽ അറിയാൻ സാധിക്കും, ചെറുപ്പത്തിലെ ഇവരുടെ പേരൻസ് തമ്മിൽ പല വീട്ടിലും പ്രശ്നങ്ങളായിരിക്കും. ഒരു സ്നേഹം ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇവരുടെ സങ്കടങ്ങൾ ആരോടും തുറന്നു പറയാൻ പറ്റാത്ത ഉള്ളിലൊതുക്കി കഴിഞ്ഞ ആളുകളാണ് വലുതായി കഴിയുമ്പോൾ ഇവർ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളുകൾ. ഇത്തരം ആളുകൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, എന്താണ് എനിക്ക് സംഭവിച്ചത്, എവിടെയാണ് എൻ്റെ ഉള്ളിൽ ഒതുങ്ങിയ വേദനകൾ നിറഞ്ഞു നിൽക്കുന്നത് എന്നൊന്ന് മനസ്സിലാക്കി, ഇപ്പൊ പല ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, പല നല്ല കൗൺസിലിംഗ് കിട്ടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇത് മാറ്റിയെടുക്കാം. അല്ലെങ്കിൽ പല തെറാപ്പികളും ഇന്ന് അവൈലബിൾ ആണ്. ഈ രീതിയിൽ അത് മാറ്റിയെടുത്താൽ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ഈ സ്വഭാവം മാറ്റിയെടുക്കാൻ സാധിക്കും. ഇനി അതല്ലെങ്കിൽ തന്നെ നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങൾ ദേഷ്യപ്പെടാനുള്ള സാഹചര്യം ഇന്നതാണ് എന്ന് നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങളൊന്ന് കയറി പരിശോധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഒരുപക്ഷെ നിങ്ങളത് മനസ്സിലാക്കിയാൽ ദേഷ്യം വരുമ്പോൾ നിങ്ങൾക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ ഇതിന്റെ കൂടെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. നമ്മുടെ കുടുംബത്തില് ഒരുപക്ഷെ ഭാര്യ ദേഷ്യപ്പെടുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ ഭർത്താവ് ദേഷ്യപ്പെടുന്ന ആളായിരിക്കും. ഈ സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാം.
എന്റെ ഭാര്യ ദേഷ്യപ്പെടുന്നു, അല്ലെങ്കിൽ എന്റെ ഭർത്താവ് ദേഷ്യപ്പെടുന്നു. ഇവരുടെ പൂർവ്വകാല ചരിത്രങ്ങളിലേക്ക് അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങളിലേക്ക് നമ്മൾ അവരോട് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവരെല്ലാ കാര്യങ്ങളും തുറന്നു പറയും. ഒരുപക്ഷെ അവർക്ക് അതൊരു വലിയ മാറ്റമായിരിക്കും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ ഒരിക്കലെങ്കിലും നിങ്ങളുടെ ഭാര്യ ദേഷ്യപ്പെട്ടിട്ടുണ്ടോ? നിങ്ങളത് ചോദിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് നിങ്ങൾ ദേഷ്യപ്പെടുന്നത്, നിന്റെ സാഹചര്യം എന്താണ് എന്ന് അവരോട് കൂടെ നിങ്ങളുടെ കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്താൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അവരുടെ സ്വഭാവം മാറ്റിയെടുക്കാൻ സാധിക്കും. പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളുടെ ഭർത്താവ് എന്തുകൊണ്ടാണ് ദേഷ്യപ്പെടുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരുപക്ഷെ അവര് വളർന്നു വന്ന സാഹചര്യങ്ങൾ, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പല അടിച്ചമർത്തലുകളുടെയും സാഹചര്യത്തിലായിരിക്കും അവർ കടന്നു വന്നത്. ഇത്തരം സാഹചര്യങ്ങൾ നിങ്ങൾ അവരുമായി ഷെയർ ചെയ്താൽ ഒരുപക്ഷെ അവർ നിങ്ങളോട് അവരുടെ ഉള്ളു തുറക്കും. ഒരുപക്ഷെ അവരുടെ വേദനകൾ നിങ്ങളുമായി അവർ ഷെയർ ചെയ്യും. തീർച്ചയായിട്ടും അവരെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പൊ രണ്ടു കൂട്ടരും മനസ്സിലാക്കുക, ഞാൻ ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ തന്നെ അത് കണ്ടുപിടിക്കുക, ഞാൻ തന്നെ അത് തിരുത്താൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ നിങ്ങളോട് ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ അവർ വളർന്നു വന്ന സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കി വേണ്ട കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനൊരു മാറ്റം കിട്ടും. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരമായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ വീണ്ടും ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. നന്ദി.